ഇത് വിഷ്ണു, പത്തനാപുരം കിഴക്കേ ഭാഗം ഉദിയൻപുഴ തെക്കേതിൽ സുനിൽ ശോഭന ദമ്പതികളുടെ മകൻ. ഒരു ലോകാരോഗ്യ ദിനം കൂടി കടന്നുപോകുമ്പോൾ ആരോഗ്യ പരിപാലകരുടെ കൈപ്പിഴ മൂലം ശയ്യാവലംബനാകേണ്ടി വന്ന നിർധന കുടുംബാംഗമായ വിഷ്ണുവിന്റെ അതിദയനീയമായ ജീവിതകഥ സമൂഹം അറിയാതെ പോകരുത്. 5 വയസ്സുവരെ വിഷ്ണു മറ്റു കുട്ടികളെ പോലെ ഓടിച്ചാടി നടന്നു. ചെറുപ്പത്തിൽ പനി പിടിപെട്ടതിനെ തുടർന്ന് പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതാണ് വിഷ്ണുവിന് ദുർവിധിയായത്. ആശുപത്രിയിലെ ചികിത്സയിലുണ്ടായ കൈപ്പിഴയാണ് ഈ കൗമാരക്കാരന്റെ ജീവിതം തകർത്തത്. ആദ്യം കൈകാലുകൾക്ക് ബലക്ഷയം ആരംഭിച്ചു. പിന്നീട് കാലുകൾ പൂർണ്ണമായും തളർന്നു. തുടർന്ന് തളർച്ച കൈകളെയും ബാധിച്ചു. ഒരു കുടുംബത്തെ മുഴുവൻ കണ്ണുനീരിലാഴ്ത്തി വിഷ്ണു തീർത്തും ശയ്യാവലംബനായി. പ്രാഥമിക കർമ്മങ്ങൾക്ക് 2 പേരുടെ സഹായം ആവശ്യമാണ്. ഇവർ പാടം വെള്ളംതെറ്റിയിലായിരുന്നു താമസം. വനാതിർത്തിയോട് ചേർന്നുള്ള താമസം സുരക്ഷിതമല്ലാത്തതുകൊണ്ടും വിഷ്ണുവിന്റെ ചികിത്സയ്ക്കായുമാണ് ഇവർ ചേകത്തുള്ള വാടക വീട്ടിലേക്ക് താമസം മാറ്റിയത്. തടിപ്പണിക്കാരനായ പിതാവ് സുനിലിന്റെ ഏക വരുമാന മാർഗമാണ് ഈ കുടുംബത്തിന്റെ ആകെയുള്ള ആശ്രയം. മഹാദുരന്തങ്ങൾ ഒരു തുടർക്കഥ പോലെ ഈ കുടുംബത്തെ പതിവായി വേട്ടയാടുകയാണ്. ജോലിക്കിടെ തടി വീണ് സുനിലിന് മാരകമായി പരിക്കേറ്റു. ഇലക്ട്രിക് വാൾ മുഖത്തുകൊണ്ട് 20ലധികം തുന്നലുണ്ടായി. ആശുപത്രിയും വീടുമായി 6 മാസത്തെ നരകയാതന. സാമ്പത്തിക ബാധ്യത മൂലം പാടം വെള്ളംതെറ്റിയിലെ ആകെയുള്ള 10 സെന്റ് സ്ഥലവും നഷ്ടമാകുന്ന ദയനീയമായ അവസ്ഥ. അച്ഛനും സഹോദരനും വയ്യാതായതോടെ ഏക സഹോദരി ആര്യയ്ക്ക് +1 വെച്ച് പഠനം നിർത്തേണ്ടി വന്നു. തുടർ പഠനം കഴിയാതെ പോയതിൽ ആര്യ ഏറെ ദുഃഖിതയാണ്. പഠിച്ച് മിടുക്കനാകണമെന്നും കൂട്ടുകാർക്കൊപ്പം കളിച്ചു രസിക്കണമെന്നും വിഷ്ണു ഏറെ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി കൊല്ലത്ത് നടന്നപ്പോൾ പോകണമെന്ന് ഏറെ ആഗ്രഹിച്ചിരുന്നതാണ്. ടാക്സി വിളിച്ചു പോകുന്നതിനുള്ള പണം കൈവശമില്ലാത്തതുകൊണ്ട് അതും സാധിച്ചില്ല. തുടർ ചികിത്സയ്ക്കും നിത്യവൃത്തിക്കുമായി ഈ കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. വിഷ്ണുവിന്റെയും കുടുംബത്തിന്റെയും കണ്ണീരിൽ കുതിർന്ന ജീവിതം പ്രേക്ഷകരെ അറിയിക്കുന്നു. സന്മനസ്സുള്ളവർ സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.